യുവർ ഓണർ, കേസ് നമ്പർ 196-ന്റെ ഇനിയുള്ള പ്രതിഭാഗവാദം പോലീസ് മാപ്പുസാക്ഷിയെ പേരുയർത്തിയിട്ടുള്ള ഫ്രാൻസിസ് ഏലിയാസ് ഫ്രാൻസിസ് ജേക്കബിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഫ്രാൻസിസിനോട് മുൻവൈരാഗ്യമുണ്ടെന്നതും പോലീസിന്റെ പീഡനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങിയാണ് ഫ്രാൻസിസ് മാപ്പുസാക്ഷിയായി വ്യാജ പ്രസ്താവന നടത്താൻ തയ്യാറായതെന്നുമുള്ള സംശയം നിലനിൽക്കുന്നതിനാൽ അയാളുടെ മൊഴി രേഖപ്പെടുത്തി വിസ്തരിക്കുവാനുള്ള അനുവാദം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു. Objection, Your Honor. Wait. Produce Francis Jacob before the court. The court will hear his statement before the commencement of any argument. Francis Jacob. Francis Jacob. തികച്ചും അസാധാരണമായ സംഭവങ്ങൾക്ക് ഇന്ന് സെഷൻസ് കോടതി സാക്ഷ്യം വഹിച്ചു. കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മേടയിൽ ദേവരാജിനെതിരെയുള്ള കേസിന്റെ വാദം ഇന്ന് തുടങ്ങാനിരിക്കെ മാപ്പുസാക്ഷിയായി മൊഴി നൽകേണ്ടിയിരുന്ന ഫ്രാൻസിസ് ജേക്കബിന്റെ ജഡം ഇന്ന് കോടതിക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ഫ്രാൻസിസ് ഇന്ന് പുലർച്ചെ മുതൽ ലോക്കപ്പിൽ നിന്നും അപ്രത്യക്ഷനായെന്ന പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല. പൈശാചികമായി ഈ സംഭവം തന്നെ ഞെട്ടിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവത്തിന് ഉത്തരവാദികൾ ആരാണെങ്കിലും ശരി, ഈ ഗവൺമെന്റ് അവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. തിടുക്കത്തിൽ CM ഭദ്രനെതിരെ നടപടിയൊന്നും എടുക്കരുത്. അയാളുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാണ്. ദേവരാജനെതിരെയുള്ള തെളിവുകൾ അയാൾക്ക് എത്തിച്ചു കൊടുത്തത് പോലും നിങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ്. അത് മറക്കരുത്. എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല. എല്ലാം തന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. പിന്നെ കോടതിയിൽ നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഞാൻ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓഫീസർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ആ ഭദ്രനെ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉമ്മൻ കോശിക്ക് ഒരു വിജയം കൂടി അല്ലേ? തരപ്പെടുമെങ്കിൽ അങ്ങയുടെ സർക്കാർ ഇറക്കുന്ന ഗസറ്റിൽ ഒരു വിജ്ഞാപനം കൂടി കൊടുക്കണം. എ ചേഞ്ച് ഓഫ് നെയിം. ക്രൂശിക്കപ്പെടുന്നവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈകഴുകി ശുദ്ധി വരുത്തിയ ആ പഴയ പുണ്യാളനില്ലേ പിലാത്തോസ്, ആ പേരാവും നിങ്ങൾ കൂടുതലാണ്. എന്താണോ ഇതൊക്കെ? സാറിന്റെ സെക്യൂരിറ്റിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കിട്ടിരിക്കുക. എനിക്ക് സെക്യൂരിറ്റി ഒന്നും വേണ്ട. സസ്പെൻഷനിലല്ലേ? എന്റെ സെക്യൂരിറ്റി ഞാൻ തന്നെ നോക്കിക്കോളാം. ഡിപ്പാർട്ട്മെന്റ് ഔദാര്യമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല സാർ, ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന്. വിളിച്ചോണ്ട് പോകല്ലേ അത്രയും. ചെല്ലേ, കൊണ്ടുപോ. എന്താ വന്നത്? സോറി. ഐ ആം സോ സോറി ഭദ്രൻ. എനിക്ക് നിങ്ങളുടെ സസ്പെൻഷൻ തടയാനായില്ല. നിങ്ങളെപ്പോലുള്ളവരുടെ അധികാര രാഷ്ട്രീയ കളിയിൽ എപ്പോഴും ബലിയാടാവുന്നത് എന്നെ പോലുള്ളവരാ. നിങ്ങൾ എപ്പോഴും പുച്ഛിച്ച് പുലിയാട്ടുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ഇനി കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പ്രായവും പദവിയും ഞാൻ മറന്നു വരും. പോവാം, നിങ്ങൾക്കും പോവാം. Just clear out. കുമാർജി എന്നോട് പൊറുക്കണം. എല്ലാത്തിനും ഞാനാ കാരണക്കാരൻ. ഞാനിപ്പോൾ സംസാരിക്കുന്നത് MP സുധാകരനായിട്ടല്ല, അങ്ങയുടെ പഴയ ശിഷ്യനായിട്ട്. എന്നെ കുമാർജി വിശ്വസിക്കണം. ഭദ്രൻ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അയാൾക്ക് മാറാൻ സേഫായ ഒരിടം ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്ത് കുമാർജി ഒഴികെ ആര് പറഞ്ഞാലും അയാൾ കേൾക്കില്ല. പ്ലീസ്, അയാളെ നമുക്കിവിടുന്ന് മാറ്റണം. എത്ര നാളാന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ? തനിക്കറിയാലോ, ഇവിടെ ഇങ്ങനെ ഒരു ക്രിമിനലിനെ പോലെ ഒളിച്ചു താമസിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല.
അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ തോന്നിയില്ല, അതാ. ആ സുധാകരൻ സാർ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛനെ പേടിപ്പിച്ച കൂടിപ്പോയ ഒരാഴ്ച, അത് കഴിഞ്ഞാൽ നമ്മൾ തിരികെ പോന്നു. അച്ഛൻ പേടിച്ചാൽ എന്താ തെറ്റ്? വീട്ടിൽ ഏത് നേരം ഭീഷണി അക്രമമൊക്കെ ആയിരുന്നില്ലേ? ഇവിടെയും കരുതിയിരിക്കണമെന്നാ ആ സുധാകരൻ സാർ അച്ഛനോട് പറഞ്ഞത്. താൻ വല്ലാതെ പേടിക്കണ്ടല്ലേ? സമാധാനായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. ഈ സ്വിച്ച് ബോർഡ് ഇത് എവിടെയാണ്? ഗായത്രി, റിലാക്സ്. ഗായത്രി, റിലാക്സ്. I'm sorry, Mr. Badran. We tried our best. I'm sorry. Badran. My condolence. എനിക്കറിയാം ഇതാരാ. ഭദ്രൻ, ഞങ്ങൾ ഇപ്പോൾ വന്നത് നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. ഫ്രാൻസിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ CMന്റെ നിർദ്ദേശമുണ്ട്. ഈ പെൻ ടേക്കിംഗ് സർ. ഈ ഒരു അവസ്ഥയിൽ കുറച്ച് കടന്നുപോകുന്നറിയാം, പക്ഷേ ഞങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും സാർ? അല്ലെങ്കിലും സാറല്ലേ എപ്പോഴും പറയാറ് നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന്. സാറേ, ശരിക്കും അറം പറ്റി പോലെ ആയിപ്പോയി. എന്നാ പിന്നെ നടക്കോ മറ്റോ ചെയ്യാം അല്ലേ?
ഒരു സഹായം ചോദിക്കാൻ വന്നതാ. ഇവിടെയോ? ഇങ്ങനെ ഇവിടെ കയറി വരാനും സഹായിക്കണമെന്ന് പറയാനും എനിക്ക് അർഹതയില്ലാന്നറിയാം. വേറൊരു നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് കേൾക്കണം. എന്നോട് കരുണ കാട്ടണം. പറ, ഞാൻ എന്തു വേണം? അല്ല, ഞാൻ ആരാന്ന് പറഞ്ഞില്ല. അയ്യോ, സർവോദയം കുമാരനെ അറിയാത്തവരായി ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഗാന്ധിയൻ, മദ്യനിരോധന സമിതി പ്രസിഡന്റ്, ഇപ്പോഴത്തെ വലിയ വലിയ നേതാക്കളുടെയൊക്കെ രാഷ്ട്രീയ ഗുരു. ഞാനും അങ്ങയുടെ ഒരു കടുത്ത ആരാധകനാണ്. കാണണമെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അന്നറിയുന്ന സർവോദയം കുമാരനായിട്ടല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഭദ്രൻ എന്റെ മകനാ. ഭദ്രൻ? ഓ, നമ്മുടെ CA ഭദ്രൻ CA. അതെ. അപ്പൊ അതാണ് കാര്യം. കേട്ടോ കുമാർജി, പറയുമ്പോ മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ഈ ഭദ്രനില്ലേ, ശരിക്കും തന്തയ്ക്ക് പിറന്നവനാ. ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ഈ ഭദ്രനെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ. നടന്നില്ല. എന്താ അയാളുടെ ഒരു ശുഷ്കാന്തി! എപ്പോഴാ എന്നെ പിടിച്ച് അകത്താക്കുന്നതെന്ന് പേടിച്ചിരിക്കുക ഞാൻ. അരുത്, യാചിക്കാൻ വന്നവനെ പരിഹസിക്കരുത്. ജീവനറ്റ് വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞു ശരീരമോർത്തെങ്കിലും ദയ കാണിക്കണം. ഈ അവസാന കാലത്ത് കൈക്കുമ്പിളിലെ തീർത്ഥം പോലെ എനിക്ക് കിട്ടിയ അവന്റെ കുഞ്ഞ് എന്റെ മുത്ത്. ഞാൻ അറിഞ്ഞു. ഓ, മനുഷ്യനായി പിറന്ന ആർക്കെങ്കിലും ഇത്രയ്ക്ക് ക്രൂരനാവാൻ പറ്റൂ? സംഭവം നടന്നപ്പോ വീണതാ എന്റെ മരുമകൾ. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ ഭദ്രം കൂടിയില്ലെങ്കിൽ അവനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുകിട്ടാൻ എവിടെന്ന് വിചാരിച്ചാലേ നടക്കൂ. സ്വന്തം കുഞ്ഞിനെ മണ്ണിട്ട് മൂടുന്നതിന് മുമ്പ് അവൻ ആ മുഖം ഒന്ന് കണ്ടോട്ടെ. ദയവുണ്ടാവണം. അവന്റെ എല്ലാ തെറ്റിനും ഞാൻ കാലു പിടിച്ചു. വേണ്ട. ഈ മുറ്റത്ത് ഭിക്ഷ ചോദിച്ചു വരുന്നവരെ വെറും കൈയോടെ പറഞ്ഞയക്കാറില്ല ദേവരാജൻ. കൊച്ചുമകളുടെ അന്ത്യകർമ്മത്തിന് മകൻ അവിടെ ഉണ്ടാകും. പോയി പറ അവനോട്, ഈ ദേവരാജനെ നിഗ്രഹിക്കാൻ മാത്രമല്ല അനുഗ്രഹിക്കാനും അറിയാവുന്ന. അശോക, ഉമ്മൻകോശിയെ വിളിക്കേ. പിന്നെ മറ്റൊന്നുകൂടി വേണം. ഒരു റീത്ത്, മുല്ലമുട്ടുകൾ മാത്രം കുരുത്ത ഒരു കുഞ്ഞു റീത്ത്.